ഈ ദിവസവും യാത്ര എന്ന് പറയുന്നത് വീൽ ചെയറിൽ 5 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതിന് ചിലര് പറയും ഓടിക്കൂടിയാ വണ്ടി ഓടിക്കുന്നു, അഹങ്കാരിയാന്ന് പറയും. പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയത്തുള്ളൂ, ഇത് എങ്ങനെയാ ഈ വണ്ടി ഓടിക്കുന്നതെന്നുള്ളത്. കിടന്ന കിടപ്പിലായിരിക്കുന്ന ആളുകളും ഉണ്ട്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നിലെ സംസാരിക്കാം. അതിൽ വെച്ചൊക്കെ നോക്കുമ്പോ തമ്പുരാന്റെ കാര്യം നമുക്ക് ഇത്രയും തന്നില്ലേ. ഈ നിരാഹാരം എന്ന് പറയുന്നത് എത്ര ദിവസം ഇരുന്നു? ഇല്ല, അര ദിവസം നിരാഹാരം ഇരുന്നപ്പോ നമ്മൾ സംഭവം നടത്തി. വേറെ ലെവലാണ്. പക്ഷെ അപ്പോഴും അഹങ്കാരം എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു. അതൊക്കെ പറയുമല്ലോ, സ്വാഭാവികം. അത് നമ്മൾ ഗവനിക്കാറില്ല. എപ്പോഴും പാവം കളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, നോമ്പെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നിനും പോവാതിരുന്നാൽ ഇവര് ഓവറായിട്ട് തലേ കയറും. ചെറുപ്പം മുതലേ അങ്ങനെ ഒരു വയ്യാത്തതാണെന്നുള്ള ഒരു നിരാശാബോധമൊന്നുമില്ല. ഒരു ലൈഫ് പാർട്ണർ കൂടെ വേണോ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാരും അങ്ങനെയാണെന്നല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെ ജീവിക്കണം. നമ്മൾ ആരോഗ്യം ഉള്ളിടത്തോളം അധ്വാനിക്കുക. നാളെ ഒരു സമയത്ത് എന്താണെന്ന് അറിയത്തില്ല. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷേ പ്രതിസന്ധിയിൽ തളർന്നു പോകരുത് എന്നൊരു സന്ദേശമായിട്ട് ജീവിക്കുന്ന ആളാണ് അനു. അനുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് പുല്ലൂർ പേപ്പർ മില്ലിന്റെ അടുത്തായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അനു 9:30 തുടങ്ങുന്ന പരിപാടിയാണ്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അനു പറയുന്നത്. അതെ, അതാണ് അതിന്റെ ഒരു മധുരകരമായ ജീവിതത്തിന്റെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബിലിറ്റി സംവിധാനമൊക്കെ അനുവിന് വേണ്ടി വന്നത്. ജോലി ചെയ്ത് അധ്വാനിച്ച് കുടുംബം പോറ്റുക. അമ്മയും അനുവും മാത്രമാണല്ലേ ഇവിടെ താമസിക്കണം? ഇപ്പൊ ചെയ്യുന്ന ജോലി ബുക്ക് ഷോപ്പിലാണ്, ക്രിസ്ത്യൻ ബുക്ക് സെന്റർ. അത് അതിനു മുമ്പ് എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? എസ്ടിഡി ബൂത്തിലായിരുന്നു 12 വർഷം. ഓ, 12 വർഷം എസ്ടിഡി ബൂത്ത് നടത്തി. അതായത് 2000 തുടങ്ങി, 2001 തുടങ്ങിയത്. 2012 അവിടെ അന്നേരം ഫോണിന്റെ ആ ഒരു ഇതൊക്കെ മൊബൈൽ ഫോൺ വന്നപ്പോഴത്തേക്ക് എസ്ടിഡി ബൂത്തുകൾ ഒഴിവായതാണ്. അതെ, അന്നേരം ഞാൻ ഇങ്ങനെ ഒരു കട, എനിക്കൊരു അപ്പച്ചൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ക്രിസ്ത്യൻ ബുക്ക് സെന്റർ തുടങ്ങിയാലോ. അന്നേരം അപ്പച്ചൻ എനിക്ക് തന്ന ഒരു ചെറിയൊരു ഇതാ, തുടങ്ങിയാലോ. അങ്ങനെ നമ്മുടെ തിരുമേനിയുടെ അടുത്ത്, ഞങ്ങളുടെ ദേവദോറസ് തിരുമേനിയുണ്ട്, കൊട്ടാരക്കര പുനർഭദ്രാസനാധിപൻ. തിരുമേനിയോട് ചോദിച്ചപ്പോ, നീ സന്തോഷത്തോടെ തുടങ്ങിക്കോ, ഞാൻ എല്ലാ ഹെൽപ്പും ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ അതിന്റെ വാടക കൊടുത്തോളാം എന്ന് പറഞ്ഞു. അന്നേരം തിരുമേനി പറഞ്ഞു, പിന്നെ ഞാൻ എല്ലാ സഭയിലെയും തിരുമേനിമാരുടെ കത്തലിക്സിലെ പൊന്നുമുത്തം പിതാവ് അങ്ങനെ ചോദിച്ചപ്പോ അവരും പറഞ്ഞു അവര് ഓക്കെ സപ്പോർട്ട് ചെയ്തു.